പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് രാമായണ മാസമാണല്ലേ. ഇനിയുള്ള ആ 30 ദിവസങ്ങളിൽ രാമായണമൊക്കെ വായിച്ച് അങ്ങനെ വേറൊരു അന്തരീക്ഷത്തിലായിരിക്കും എല്ലാ വീടുകളും കുടുംബങ്ങളും ഒക്കെ. അപ്പോൾ ഈ ഒരു ദിവസം നമുക്കൊപ്പം എത്തിയിരിക്കുന്ന അതിഥിയും കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപക്ഷെ ഈ രാമായണമൊക്കെ വായിക്കുന്ന മറ്റേതെങ്കിലും ഒരു സന്യാസി ശ്രേഷ്ഠനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. നമ്മളൊന്നും ഒട്ടും വിചാരിക്കാത്ത ഒരാളാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. മറ്റാരുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജി സുധാകരനാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമ്മുടെ ഹലോ മലയാളത്തിലേക്ക്. ശ്രീ ജി സുധാകരൻ, ഗുഡ് മോർണിംഗ്. സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. നമസ്കാരം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു CPM-കാരൻ രാമായണം വായിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൗതുകമാണ്. എങ്ങനെയാണ് ആദ്യമായിട്ട് രാമായണം വായിച്ചു തുടങ്ങുന്നത്? ഇപ്പോൾ കുഞ്ഞുനാളിലെ വീട്ടിലൊക്കെ വായിച്ച് അങ്ങനെയാണോ? ആ ഒരു സ്വാധീനമാണോ? കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി സാർവദേശീയമായി മാർക്സിൻ്റെ കാലം മുതലേ പറഞ്ഞ് പരത്തിയ ഒരു വലിയ കെട്ടുകഥയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊന്നും വായിക്കാൻ പറ്റില്ല, അവർ വായിക്കുന്നവരല്ല എന്ന് തെറ്റായ കാര്യമാണ്. ലോകത്തുള്ള എല്ലാ വിജ്ഞാനങ്ങളും സാഹിത്യമടക്കം അത് പഠിച്ച്, ചരിത്രം പഠിച്ച് ലോകത്തെ ശരിക്കും മനസ്സിലാക്കിയാണ് മാർക്സ് വിശകലനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മാർക്സിയൻ ചിന്താഗതികൾ സ്ഥാപിക്കുകയും ശാസ്ത്രത്തിൽ എന്ന പോലെ തന്നെ ഓരോ പദാർത്ഥത്തിലും പരസ്പര വിരുദ്ധമായ കണികകൾ ഉൾക്കൊള്ളുന്നുവെന്നും അത് തമ്മിലുള്ള വൈരുദ്ധ്യത്തിലുള്ള ഏറ്റുമുട്ടലിലൂടെയാണ് ആ പദാർത്ഥം നിലനിൽക്കുന്നതെന്നും ശാസ്ത്രം കണ്ടുപിടിച്ചതാണ്. ഇത് സാമൂഹ്യ ശാസ്ത്രത്തിലേക്ക്, സോഷ്യൽ സയൻസിലേക്ക് അദ്ദേഹം അപ്ലൈ ചെയ്തപ്പോൾ സമൂഹത്തിലെ വൈരുദ്ധ്യങ്ങൾ, ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ഓരോരോ കാലഘട്ടത്തിലെ വൈരുദ്ധ്യങ്ങൾ ഏറ്റുമുട്ടി മഹാഭൂരിപക്ഷം വരുന്ന ഇല്ലാത്തവർ ഉള്ളവരുടെ ഈ ഏകാധിപത്യം, സ്വത്തിലും അധികാരത്തിലും എല്ലാമുള്ള ഏകാധിപത്യം അവസാനിപ്പിച്ച് സമത്വസുന്ദരമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ, സോഷ്യലിസം കെട്ടിപ്പടുക്കുമെന്നും അത് കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിലേക്ക് മുന്നേറുമെന്നും അദ്ദേഹം വിശകലനം ചെയ്തു. അതിന് അദ്ദേഹം ബൈബിളും ഖുറാനും ഷേക്സ്പിയറും സ്പാനിഷ് ഇതിഹാസമായിട്ടുള്ള സെർവാൻറ്റസിൻ്റെ ഡോൺ ക്വിക്സോട്ടും ഒക്കെ, ഗൈഥയുടെ ഡോക്ടർ ഫാസ്റ്റസും അറേബ്യൻ നൈറ്റ്സും ഇതെല്ലാം അദ്ദേഹം പഠിച്ചു, മനസ്സിലാക്കി. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികൾ പലയിടത്തും ഇതിനെപ്പറ്റി പരാമർശങ്ങളുമുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള അടിസ്ഥാനത്തിൽ രാമായണം ഞാൻ വായിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരനാവുന്നതിന് മുമ്പ് തന്നെ, അതായത് എനിക്ക് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാവുന്ന കാലം മുതൽ രാമായണം കേൾക്കുകയും അച്ഛൻ വായിക്കുന്ന കേൾക്കുകയും പിന്നീട് വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി വായിക്കുന്നതാണ്. അത് പുതിയ കാര്യമല്ല. എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അറിവില്ലാത്തവർ കമ്മ്യൂണിസ്റ്റുകാരാണ്. അറിവില്ലാത്ത മഹാജനങ്ങളെ അറിവിലേക്ക് നയിക്കുന്ന അറിവുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതാണ് അതിനുള്ള മറുപടി. അപ്പോൾ വളരെ കുട്ടിക്കാലം മുതലേ അച്ഛൻ രാമായണം വായിക്കുമായിരുന്നു. ക്ഷണിക്കുന്ന വീടുകളിലും പോയി വായിക്കുമായിരുന്നു. നല്ലപോലെ വായിക്കുമായിരുന്നു. സംഗീതാത്മകമായി ഈടത്തിലും വായിക്കുമായിരുന്നു. അത് ഞങ്ങൾ രാത്രിയിൽ അച്ഛൻ ഒരു 8-8:30 മണിയാകുമ്പോൾ ഇത് വായിക്കും. അതൊക്കെ കേട്ടുകൊണ്ടാണ് ഞാനൊക്കെ ഉറങ്ങുന്നത്. അപ്പോൾ അത് അന്ന് തന്നെ രാമായണം പരിചയപ്പെട്ടിരുന്നു എന്നർത്ഥം. പിന്നീട് രാമായണം വായിച്ചിട്ടുമുണ്ട്. അതൊരു ഭക്തി ഗ്രന്ഥം മാത്രമല്ല, ഒരു ആധ്യാത്മിക ഗ്രന്ഥം മാത്രമല്ല, അതൊരു മഹാസാഹിത്യ ഇതിഹാസമാണ്. ഇപ്പോൾ ഉദാഹരണം, ഗ്രീക്ക് സാഹിത്യത്തിൽ ഒഡീസി തുടങ്ങിയിട്ടുള്ള ഇതിഹാസ ഗ്രന്ഥങ്ങളുണ്ട്. ഈലിയഡ്, ഒഡീസിനോ തുടങ്ങിയ ഹോമറുടെ ഇതിഹാസ ഗ്രന്ഥങ്ങൾ ഗ്രീക്ക് സാഹിത്യത്തിലുള്ളതാണ്. അറേബ്യൻ നൈറ്റ്സ്, 1001 രാവുകൾ എന്ന് മലയാളത്തിൽ പറയുന്ന അറേബ്യൻ നൈറ്റ്സ് അറബി നാടുകളുടെ മഹാസാഹിത്യമാണ്, പൂർവ്വകാല സാഹിത്യമാണ്. അതുപോലെ ഡാൻ്റെയുടെ ഡിവൈൻ കോമഡി 14ഉം 15ഉം നൂറ്റാണ്ടിനിടയിൽ ഉണ്ടായിട്ടുള്ള ഡിവൈൻ കോമഡി, ലോകപ്രശസ്തമായ ഡാൻ്റെയുടെ ഡിവൈൻ കോമഡി. ഡോക്ടർ ഫാസ്റ്റസ് എന്ന് പറയുന്ന മഹാനായ ഗൈഥയുടെ ഡോക്ടർ ഫാസ്റ്റസ് എന്ന് പറയുന്ന കൃതി, ഇങ്ങനെ എത്രയോ കൃതികൾ ലോക സാഹിത്യത്തിൽ പുരാതനമായ കൃതികളടക്കം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ തന്നെയാണെങ്കിൽ അധ്യാത്മരാമായണം, എഴുത്തച്ഛൻ്റെ ഭാഗവതം, മഹാഭാരതം, കുഞ്ഞൻ നമ്പ്യാരുടെ തുള്ളലുകൾ, പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന, ഇതൊക്കെ നമ്മൾ മലയാള ഭാഷയെ സ്വതന്ത്രമാക്കി പച്ച മലയാളമാക്കി ഒരു മഹാഭാഷാ സാഹിത്യമാക്കി മാറ്റിയ മഹാരഥന്മാരാണ് ഇവരൊക്കെ. ഇതെല്ലാം വായിക്കാതെ എങ്ങനെ നമ്മൾ സാഹിത്യത്തെ പറ്റി പഠിക്കുക? അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കുട്ടിക്കാലം മുതലേ ഇത് വായിച്ച് ശീലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്.
ശ്രീ ജി സുധാകരൻ, ഇപ്പം ഈ രാമായണം പാരായണം ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു ഈണവും താളവും ഒക്കെ ഉണ്ട്. ഈ ഓരോ കാണ്ഡങ്ങൾ വായിക്കുമ്പം ഓരോ രീതിയിലാണ് അങ്ങനെയൊക്കെ. അപ്പോൾ ഈ അച്ഛൻ പാടിത്തന്ന ആ ഒരു സ്വാധീനം തന്നെയാണോ അങ്ങേക്കും ഈ ഒരു രാമായണം വായിക്കാൻ പ്രചോദനമായത്? അതെ, കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ വായിക്കുന്നത് നിരവധി വർഷങ്ങളോളം കേൾക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു സ്വാധീനമാണ്. അതൊരു സാഹിത്യകൃതി കൂടി ആയതുകൊണ്ട് അതിലെ സംഗീതം, അതിലെ ഈണം, താളം, ലയം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. അങ്ങക്ക് ഈ രാമായണത്തെ ഇഷ്ടപ്പെട്ട കാണ്ഡം ഏതാണ്? ഏത് കാണ്ഡമാണ് അങ്ങേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അങ്ങേ കൂടുതൽ സ്വാധീനിച്ചത്? അത് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. എല്ലാ കാണ്ഡങ്ങളും 6 കാണ്ഡങ്ങളാണ്, 6ഉം പ്രധാനമാണ്. അതിൽ യുദ്ധകാണ്ഡമാണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം യുദ്ധത്തിന് വേണ്ടിയാണല്ലോ ശ്രീരാമൻ അവതരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നത്. ഈ വിശ്വാസികൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണല്ലോ. ആ യുദ്ധകാണ്ഡമാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ ബാലകാണ്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, സുന്ദരകാന്ഡം, അതുപോലെ തന്നെ യുദ്ധകാണ്ഡം എന്നിവയാണ്. അതിലേറ്റവും വായിക്കാൻ പ്രയാസമുള്ളത് ഈ സുന്ദരകാന്ഡം. 2 അക്ഷരം വീതം കൊരുത്തിട്ട വരികളാണുള്ളത്. വായിക്കാൻ വലിയ പ്രയാസമുണ്ട്. വലിയ ഭാഷാപരമായിട്ടുള്ള കഴിവുള്ളത് കൊണ്ട് മാത്രം വായിക്കാനാവില്ല. അത് ശ്രദ്ധിച്ച് വായിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീരാമൻ്റെ ബാലകാണ്ഡം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്. എല്ലാം ഇഷ്ടപ്പെട്ട ഭാഗമാണ്. അത് വളരെ ഇഷ്ടപ്പെട്ട ഭാഗമാണ്. നമ്മൾ ഈ രാമായണമൊക്കെ ഇപ്പോഴാണെങ്കിലും പലർക്കും ഇപ്പോൾ രാമായണം വായിച്ച് ശീലമില്ലാത്തവർക്കാണെങ്കിൽ അത് വായിക്കുമ്പോഴത്തേനും അതിൻ്റെ അക്ഷരങ്ങളും കൂട്ടിച്ചേർത്ത് അർത്ഥം തെറ്റാതെയൊക്കെ അത് വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങ് ചെറിയ പ്രായത്തിൽ തന്നെ വായിച്ചു തുടങ്ങുമ്പോൾ ഇതൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നോ? കാരണം ഇത് ഈ എല്ലാം വായിച്ച് ഒരേ അർത്ഥത്തിൽ ആ ഒരു താളം വരണം, അത് തെറ്റിപ്പോകരുത്, തെറ്റിപ്പോകാതെ വായിക്കണം. അതൊക്കെ എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ടോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? സുന്ദരകാന്ഡം വായിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും തടസ്സമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം 2 അക്ഷരം വീതമുള്ള നിരവധി വരികളുണ്ട് അതിനകത്ത്. ഒരു വാക്ക് 2 അക്ഷരം ഉള്ള നിരവധി വരികളുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ കുറച്ച് തടസ്സങ്ങളും ബുദ്ധിമുട്ട്. പിന്നെ അതൊക്കെ മാറി. പിന്നെ അച്ഛൻ വായിക്കുന്ന പോലെ സംഗീതാത്മകമായി ഈണത്തിലൊന്നും വായിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് പാടാൻ കഴിവുള്ള ആളല്ല. അതുകൊണ്ട് എൻ്റെ വായനയിൽ വലിയ സംഗീതാത്മകതയൊന്നും ഉണ്ടാവില്ല. ഓക്കെ. ഇപ്പം ഇതിൽ മാത്രമല്ല, ഇപ്പം അങ്ങ് രാമായണ പാരായണം അതിനപ്പുറം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഒരു 100, എനിക്ക് തോന്നുന്നു ഒരു 100 കണക്കിന് പുസ്തകമൊക്കെ അങ്ങ് എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊക്കെ ഒരു പക്ഷേ പൂച്ചയാണെങ്കിൽ പോലും പലതും പല രീതിയിൽ നമ്മൾ കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ എഴുത്തിലേക്ക് അങ്ങ് എത്തുന്നത് എങ്ങനെയാണ്? എഴുത്തിലേക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ എഴുതുമായിരുന്നു. ഉപന്യാസങ്ങളാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഉപന്യാസങ്ങൾ എഴുതുക. അന്ന് സ്കൂളുകളിൽ ഉപന്യാസ മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കും. അത് ബ്ലോക്ക് തലത്തിൽ സംഘടിപ്പിക്കും. അന്നത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബ്ലോക്കല്ല, NES ബ്ലോക്കാണ് ആ തലത്തിൽ. ജില്ലാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കും. ഇതിനൊക്കെ പോയി ഉപന്യാസ മത്സരങ്ങളിലും പ്രസംഗ മത്സരങ്ങളിലുമാണ് കൂടുതലായിട്ട് ഞാൻ ഏർപ്പെട്ടിട്ടുള്ളത്. അതിലൊക്കെ സമ്മാനങ്ങളും ജില്ലാടിസ്ഥാനത്തിലും ചിലപ്പോൾ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലൊക്കെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഉപന്യാസ മത്സരങ്ങളിൽ പങ്കെടുത്തിടത്തെല്ലാം ഉപന്യാസത്തിന് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അന്ന് വിഷയമൊക്കെ തരികയാണ്. ആ വിഷയം അവിടെ വെച്ചേ തരുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് എഴുതണം. അപ്പോൾ അതൊക്കെ എഴുതാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ധാരാളം വായിക്കാനുള്ള ആഗ്രഹവും കുട്ടിക്കാലം വരെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൈരളി വായനശാലയുണ്ട്. അവിടെ പോയി പുസ്തകം എടുക്കും, വായിക്കും, തിരിച്ചു കൊണ്ട് കൊടുക്കും. അങ്ങനെ അന്ന് NBS നാഷണൽ ബുക്ക് സ്റ്റാളാണ് ഏറ്റവും അറിയപ്പെടുന്ന പ്രസിദ്ധീകരണക്കാർ. പിന്നെ ഇപ്പോൾ ഒരുപാടുണ്ടെങ്കിലും അന്ന് അതുമാത്രമേ ഉള്ളൂ. അതിന് ആ മുദ്ര വെച്ച പുസ്തകം കാണും വലിയ സന്തോഷമാണ്. ഫ്രഞ്ച് സാഹിത്യവും ഇംഗ്ലീഷ് സാഹിത്യവും റഷ്യൻ സാഹിത്യവും അമേരിക്കൻ സാഹിത്യവും അതുപോലെ തന്നെ ജർമ്മൻ സാഹിത്യമൊക്കെ റഷ്യൻ സാഹിത്യമൊക്കെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ട്രാൻസ്ലേഷനുകൾ വന്നത് NBS വഴിയാണ്. അപ്പോൾ അതെല്ലാം അന്ന് വായിച്ചിട്ടുണ്ട്. വളരെ ആർത്തിയോടുകൂടിയാണ് വായിക്കുക. ഒറ്റ ദിവസം കൊണ്ട് തന്നെ പുസ്തകമൊക്കെ ഇരുന്ന് വായിക്കണം. അങ്ങനെ പുസ്തകം വായിച്ചു തുടങ്ങിയാൽ കംപ്ലീറ്റ് ഇരുന്ന് വായിക്കുന്ന ഇതുണ്ട്. ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന് പറയുന്ന അരുന്ധതി റോയുടെ ഒരു പുസ്തകം ഇറങ്ങിയപ്പോൾ അത് വലിയ പ്രശ്നമൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് പത്രങ്ങളിൽ വന്നു.
EMS അതിനെ എന്തോന്ന് വിമർശിച്ച് പറഞ്ഞു. അങ്ങനെ അത് കുറച്ചങ്ങ് പ്രസിദ്ധമായി. അപ്പോൾ ആ പുസ്തകം ഞാൻ വില കൊടുത്ത് വാങ്ങിച്ച് നിയമസഭയിലിരുന്നാണ് രാവിലെ 8:30 നിയമസഭ തുടങ്ങുമ്പോൾ നിയമസഭയിലിരുന്ന് വൈകുന്നേരം കൊണ്ടത് ഞാൻ വായിച്ചത്. എനിക്കന്ന് വേറെ പ്രോഗ്രാമൊന്നും ഇല്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് വായിച്ചത്. വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള വലിയൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ലെങ്കിൽ നല്ല മനോഹരമായ ഇംഗ്ലീഷാണ്, കവിത പോലുള്ള ഇംഗ്ലീഷാണ്. അങ്ങനെ വായിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ടൊക്കെ വായിക്കാനുള്ള പ്രവണത അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്വഭാവം നേരത്തെ മുതലേ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഒരുപാട് ജോലി തിരക്കുകൾക്കൊക്കെ ഇടയിലായാലും ഞാൻ വായിക്കാറുണ്ട്. എല്ലാ 14 പത്രങ്ങളോട് ഒരു ദിവസം വായിക്കും. വാരികകൾ എഴുതപ്പെട്ടതെല്ലാം വായിക്കും. പുസ്തകങ്ങൾ ഇപ്പോഴും എടുത്ത് വായിക്കും. എൻ്റെ ലൈബ്രറിയിൽ തന്നെ 10-12,000 പുസ്തകം ഉണ്ടായിരുന്നു. ഞാനതൊക്കെ പലവിധ ലൈബ്രറികൾക്കായി കൊടുക്കുകയും കരിമുളയ്ക്ക എന്നൊരു സ്ഥലം കായംകുളത്തിന് കിഴക്ക് അതിൽ 9,000 പുസ്തകം കൊടുത്ത് അവിടെ ലൈബ്രറി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ ഗ്രാൻഡും കിട്ടുന്നുണ്ട്. അങ്ങനെ പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതും ഏറ്റവും സന്തോഷമായ കാര്യമായിരുന്നു. പുസ്തകങ്ങൾ ശേഖരിച്ചു വെക്കുക. അങ്ങനെയാണ് 12,000 പുസ്തകം ഞാൻ ശേഖരിച്ചു വെച്ചു കഴിഞ്ഞ 10-20 വർഷമായിട്ട്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങ് നിയമസഭയിൽ ഇരുന്ന് പോലും ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന്. കവിത എഴുതിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് കവിത എഴുതിയിട്ടുണ്ട്. അത് ശരിയാണ്. ഓക്കെ. ശ്രീ ജി സുധാകരൻ, അപ്പോൾ ഇപ്പോൾ അങ്ങ് ഈ രാമായണം പാരായണം ചെയ്യാറുണ്ടോ? ഇപ്പോൾ എവിടെയെങ്കിലും പോയി വായിക്കാറോ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, ഞാനെങ്ങും പോയി പണ്ടും വായിക്കാറില്ല. അച്ഛൻ വായിച്ചിരുന്നു. അന്നതൊക്കെ ഓണാട്ടുകര ഗ്രാമങ്ങളിലൊക്കെ രാമായണ വായന എന്ന് പറഞ്ഞ വീടുകൾ നടത്തുമായിരുന്നു. ഒരു ചടങ്ങായിട്ട് എന്തെങ്കിലുമൊക്കെ ചടങ്ങുകൾ വെച്ച് നടത്തും. അച്ഛൻ നന്നായിട്ട് വായിക്കുന്നു. അച്ഛൻ പ്രതിഫലവും വാങ്ങിക്കത്തില്ല, ഭക്ഷണം മാത്രം കഴിക്കും. അങ്ങനെ പോയി വായിക്കുമായിരുന്നു. അല്ല, രാമായണം വായിക്കാനെന്ന് വെച്ചാൽ ഞാൻ പ്രൊഫഷണലായിട്ടൊന്നും പോയില്ല. രാമായണം അതൊരു ആസ് എ സ്പിരിച്വൽ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ആസ് എ ലിറ്റററി ടെക്സ്റ്റ് ബുക്ക് ആസ് എ ഗ്രേറ്റ് പോയം, ഇറ്റ്സ് എൻ എപ്പിക്. അങ്ങനെ രാമായണം വായിച്ചിട്ടുണ്ട്. ഭാഗവതവും മഹാഭാരതവും ഒക്കെ അതോടൊപ്പം തന്നെ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുകയായിരുന്നു. ശ്രീ ജി സുധാകരൻ, ഇപ്പോൾ ഇന്ന് കർക്കിടകം 1 രാമായണ മാസമാണ്. ഏതെങ്കിലും രണ്ട് വരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങ് പറയുന്നുണ്ടോ? ഇപ്പോൾ തുടങ്ങുന്ന കാണ്ഡം ബാലകാണ്ഡമാണ്. ബാലകാണ്ഡം ഹരിശ്രീ ഗണപതായ നമ അവിഘ്നമസ്തു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. പിന്നെ ഒരു 10-14 വരികൾ ശ്രീരാമനെ ഇൻവോക്ക് ചെയ്യുന്നതാണ്. അദ്ദേഹത്തെ അഭിസംബോധന ചെയ്ത് പറയുന്ന എന്താണ് പറയുന്നത്, അദ്ദേഹത്തെ പുകഴ്ത്തുന്ന വരികളാണ്. അത് ഞാൻ ഒഴിവാക്കിയിട്ട് അത് കഴിഞ്ഞ് തുടങ്ങുന്നതാണ് വായിക്കുന്നത്. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ വാണിയിടുക നാരദമെന്നുടെ നാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യുക ഏണാങ്കാനനെ യഥാകാനനേ ദിഗംബരൻ വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലെ വാരധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി പദാവലി തോന്നണം കാലേ കാലേ പാരാത സലക്ഷണം മേന്മേൽ മംഗലശീലേ വൃഷ്ണുവംശത്തിൽ വന്ന് കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോത്ഭവസുതനന്ദനപുത്രൻ ബാലൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുണ്ടിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്നിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശരനുമാ വല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകെ മനസ്സി വാണിടുവാൻ വന്നിക്കുന്നേൻ. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാതി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം. ഓക്കെ, വളരെയധികം സന്തോഷം ശ്രീ ജി സുധാകരൻ, നമുക്കൊപ്പം ചേർന്നതിനും ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനും ഒരുപാട് നന്ദി. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്, ഒപ്പം നല്ലൊരു മാസം കൂടി ആശംസിക്കുന്നു.
തീർച്ചയായിട്ടും മലയാളത്തിനും എല്ലാ നന്മയും ആശംസിച്ചു. താങ്ക് യു.